ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ലൈവ് സ്ട്രീം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്ന് കുറിച്ച് നേരത്തെയാണ്. എന്തിരുന്നാലും വളരെ 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 നേരത്തെയാണ് നമ്മൾ. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമുക്ക് നെറ്റ് കിട്ടുന്നില്ല ഗൈസ്. ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം കിട്ടുന്നുണ്ട്. എല്ലാവർക്കും തന്നെ കിട്ടുന്നുണ്ട്. അത് തന്നെ ഒരു ഹാപ്പി ന്യൂസ് ആണ്. നമ്മുടെ പരിപാടികൾ തുടങ്ങാം. ഓക്കെ, മൈ Bluetooth mode. 1990-കളിലാണ് മൈക്രോസോഫ്റ്റ് ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. ആ ഒരു സമയത്താണ് ബിൽ ഗേറ്റ്സ് പറയുന്നത്. അവർ വളരെ സ്ട്രഗിളായിരുന്നു. അതായത് ഏതൊരു സ്റ്റാർട്ടപ്പിൻ്റെ കഥയിലാണെങ്കിലും ആദ്യം അവർക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ കിട്ടണമെങ്കിൽ നല്ല സ്ട്രഗിളായിരുന്നു. ആ ഒരു സമയത്താണ് 15 ഇന്ത്യൻസിനെ പുള്ളി ഹയർ ചെയ്തത്. അവരാണ് ആ ഒരു കമ്പനിയുടെ ഭാവി തന്നെ മാറ്റിയത്. ഇപ്പോഴുള്ള സത്യനന്നാൽ നഡാല, പുള്ളിൻ്റെ പേര് എനിക്ക് സത്യനല്ല, ആ പുള്ളിൻ്റെ പേര് എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക കിട്ടൂല. അതിങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പണിയാണ്. അപ്പം പുള്ളിയാണ് ഇപ്പം നമ്മുടെ ടെക് CEO എന്ന് പറയുന്നത്. അല്ലാതെ വേറെയും കുറേയധികം ആൾക്കാർ ആ മൈക്രോസോഫ്റ്റിൻ്റെയും വേറെ പല കമ്പനികളുടെയും ഉയർന്ന മേഖലകളിൽ ആക്ച്വലി ഇന്ത്യയിലെ ആൾക്കാർ ഉണ്ട് ഗൈസ്. ഇന്ത്യയിലെ ആൾക്കാരുണ്ട്. അതാണ് ഇതിൽ വേറൊരു കാര്യം. ഇപ്പം ഇതിനകത്ത് നെറ്റ് സ്ലോ ആണല്ലോ ഗൈസ്. നമ്മളല്ല സാലറി എംപ്ലോയി. എന്താണ് സാലറീഡ് എംപ്ലോയി ക്യാൻ ബൈ കാർ അറ്റ് 50% ഡിസ്കൗണ്ട്? അതൊക്കെ എങ്ങനെ? കാർ കോൾ ഓപ്ഷൻസ് ആർ ഇവൻറ്റ്സ് വേർ വെഹിക്കിൾസ് ആർ സോൾഡ് ടു ദ ഹൈയസ്റ്റ് ബിഡർ competitive marketplace that can benefit savvy buyers. These events bring together sellers like banks, dealers, insurance companies, and private individuals who need to move vehicles quickly. The atmosphere is energetic with the auctioneers calling out real buyers only for their desired car. കാര്യം സിമ്പിളാണ്. ഈ ഓപ്ഷൻസ് വഴിയായിട്ടാണ് ബൈ ചെയ്യാന്ന് പറയുന്നത്. അവിടെ നിന്ന് കുറേ ആൾക്കാർ ഈ ബാങ്കുകളൊക്കെ സീസ് ചെയ്യുന്ന എന്താ പറയുക വണ്ടികളുണ്ടാവുമല്ലോ, കാറുകൾ, പല സാധനങ്ങൾ, അതെല്ലാമാണ് ആക്ച്വലി ഇത് വഴിയായിട്ട് അവർ പറഞ്ഞു തരുന്നത്. അതായത് അങ്ങനെ ബൈ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക നല്ല ഡിസ്കൗണ്ടിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്. ഇന്ത്യൻ്റെ യങ്ങസ്റ്റ് ബില്യണർ പെർപ്ലക്സിറ്റിൻ്റെ മുതലാളിയാണ് അരവിന്ദ് ശ്രീനിവാസ്. പുള്ളി ചെന്നൈക്കാരനാണ്. 21,190 കോടി രൂപയാണ്. പുള്ളിക്ക് പെർപ്ലക്സിറ്റി മാത്രമല്ല, പുള്ളിക്ക് വേറെ പല കമ്പനികളിലും ആക്ച്വലി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് പുള്ളിക്ക്. അരവിന്ദ് ശ്രീനിവാസ് പുള്ളി ChatGPT അതേപോലെ തന്നെ ഡീപ്പ് മൈൻഡ്, ഗൂഗിളിൻ്റെ ഡീപ്പ് മൈൻഡിലൊക്കെ പുള്ളി ഒരു റിസർച്ചറായിട്ട് ആദ്യം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന ഈ ഒരു AI കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് ഇപ്പം ആമസോണുകാർക്കും എൻവിഡിയക്കൊക്കെ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ആക്ച്വലി. ഓക്കെ, ന്യൂ ബില്യണയർ, വേൾഡ്സ് റിച്ചസ്റ്റ് ആക്ടർ ഷാരൂഖ് ഖാൻ ഈസ് നൗ a billionaire with a net worth of more than $1.4 billion. അതെങ്ങനെയാക്കി? My God, he is also became a millionaire, a billionaire guys, billionaire. 500 billion. Tesla CEO Elon Musk has become the first person ever to achieve a net worth of 500 billion. ഇതൊക്കെ 10 hours മുമ്പൊക്കെയാണല്ലോ. ഇതൊക്കെ സത്യമാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. നോക്കട്ടെ, കറണ്ട് നെറ്റ് വർത്ത് ഓഫ് ഇലോൺ മസ്ക്. അതിനകത്ത് കാണുന്നില്ല നെറ്റ് വർത്ത് ബില്യൺസ്. എൻ്റെ അമ്മോ, ഇലോൺ മസ്ക് ഈസ് നൗ വർത്ത് 50 billion, can become a trillionaire soon. സീൻ ഗൈസ്, അത് ആക്ച്വലി സത്യമായിരുന്നു കേട്ടോ. ഞാൻ ഇതിനകത്ത് വിശ്വസിച്ചില്ല. പുള്ളീൻ്റെ എന്ന് പറയുന്നത് ആദ്യം ലാരി എൽസൺ ആയിരുന്നു. ആ ഒരു ലാരി എൽസനെ മറികടന്നിട്ടാണ് പുള്ളി വന്ന്
മാർക്ക് സുക്കർബർഗ് ഉണ്ട്, ജെഫ് ബെസോസ് ഉണ്ട്, ലാരി പേജ് ഉണ്ട്. എൻ്റെ അമ്മ പുള്ളിയാണ് അടിച്ച് കയറ്റ ടെസ്ല എക്സ് ഐ, പിന്നെ ന്യൂറാലിങ്ക്, ഇങ്ങനെ ഓരോരോ സ്റ്റാർട്ടപ്പുകളാണല്ലോ പുള്ളിൻ്റെ. ഓഫീസ് ലീസ്, TCS has leased 17.5 lakh square feet of commercial office space in Bangalore for 975 crores over a 5-year period. അപ്പം പോയി വാങ്ങേണ്ടവർക്കൊക്കെ വാങ്ങാൻ പോയിട്ട് അവിടെ പോയിട്ട് എന്താ പറയുക, ആ ഒരു ഓഫീസ് സ്ക്വയർ എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഇത്രയും 975 കോടി രൂപ TCSൻ്റെ വക. TCSൻ്റെ സ്റ്റോക്കും കൂടെ വരുമല്ലോ, സ്റ്റോക്കും കൂടെ നല്ല മുന്നേറ്റം വരും. RBIൻ്റെ ഷോയോ? എന്താ മോനെ, കഴിഞ്ഞോ? വെടിപ്പകയും കഴിഞ്ഞു ഗൈസ്. നമ്മളിപ്പം കാണിച്ചത് ആക്ച്വലി RBIൻ്റെ ആ ഒരു ഗോൾഡ് റിസർവ് ആണ് നമുക്കിപ്പം കാണിച്ചു തന്നിരിക്കുന്നത്. കണ്ടോ, അത് ആദ്യമായിട്ടാണ് അവർ കാണിച്ചു കൊടുക്കുന്നവരെ. ഇതിനകത്ത് കോമഡി എന്നറിയോ, ഈ ഒരു സീൻ വരുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് നമ്മുടെ ഇതില്ലേ, എന്തായിരുന്നു നമ്മുടെ കള്ളനും പോലീസും വിളിക്കുന്ന എന്തായിരുന്നു, മണി ഹേസ്റ്റ്. ആക്ച്വലി എനിക്ക് മണി ഹേസ്റ്റാണ് ഓർമ്മ വരുന്നത്. അതിനകത്ത് ആ ഗോൾഡ് എടുക്കുന്ന പരിപാടി, എന്നിട്ട് അവർ അതിനകത്ത് നിന്ന് ജയിലിൽ ചാടുന്ന പരിപാടി, അതാണ് എനിക്ക് ആക്ച്വലി ഈ ഒരു സീൻ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഈ ഒരു ഗോൾഡ് റിസർവ്, ഇപ്പോൾ ഏതൊരു കൺട്രീൻ്റെ ഗോൾഡ് റിസർവ് കണ്ടാലും എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഒരു സാധനമാണ്. ഗോൾഡ് റിസർവും അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, ഈ RBIൻ്റെ തന്നെ ഇതുണ്ടല്ലോ, മണി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ പരിപാടി, അതും എനിക്ക് കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ മണി ഹേസ്റ്റിൻ്റെ സിനിമയാണ്. അതൊരു ഒടുക്കത്തെ പരിപാടിയായിപ്പോയി. എന്നാ സീനാണല്ലേ. വാല്യൂഡ് സെലിബ്രിറ്റീസ് 2024 കേട്ടോ. വിരാട് കോഹ്ലിയാണ് 231 മില്യൺ. രണ്ടാമത്തത് രൺവീർ സിംഗ് ആണ് 170 മില്യൺ. ഷാറുഖ് ഖാൻ 145 മില്യൺ. ആലിയ ഭട്ട് 116 മില്യൺ. സച്ചിൻ ടെണ്ടുൽക്കർ 112 മില്യൺ. എൻ്റെ അമ്മ, എന്തോരല്ലേ. RBI IRCTC ബാങ്ക് പെൻഷൻ റൂൾസ് ചേഞ്ചിങ് ഫ്രം October 1. അപ്പം ഒക്ടോബർ തൊട്ട് ഇതിൻ്റെ എല്ലാം പെൻഷൻ റൂൾസ് എല്ലാം പുള്ളിക്കാരത്തിൽ മാറ്റിയിട്ടുണ്ട്. LG IPO ആണ്. LGൻ്റെ IPO, LG Electronics India has set a price band of 1080 to 1140 per share for its 11,607 crore IPO. അപ്പം October 7-നാണ് അതിൻ്റെ IPO വരുന്നത്. ക്ലോസസ് October 9-ന് കൈസ്. അപ്പോൾ അതിൻ്റെ LGൻ്റെ ഒരു IPO വന്നിട്ടുണ്ട് കൈസ്. ഇതാരും അറിഞ്ഞില്ലേ? പെട്ടെന്ന് തന്നെ പോയി സാധനം വാങ്ങിക്കൊള്ളണം കേട്ടല്ലോ. Massive slide for Tata Group. Market cap tumbles 30% in a year. September 2024. എൻ്റെ അമ്മ, 415 ബില്യൺ ആയിരുന്നു. സെപ്റ്റംബർ 2025 257 ബില്യൺ. സീൻ ഗൈസ്, സീൻ. ഉള്ള കാര്യം പറയാമല്ലോ. ഇപ്പം നമ്മൾ ടാറ്റേൻ്റെ സ്റ്റോക്കൊക്കെ ആണെങ്കിൽ ഇന്ന് കുഴപ്പമില്ല, ഇന്നലെയൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മോ എന്ത് സീനാണെന്നറിയോ. ഇന്നലെയൊക്കെ നല്ല ഇടിവായിരുന്നുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. ആ ഒരു 600, ഈ ടാറ്റ മോട്ടോഴ്സൊക്കെ 600 സംതിങ് തന്നെ കിടക്കുകയാണ്. അതിനകത്ത് മറ്റേ ലാൻഡ് റോവറിൻ്റെ ഒക്കെ പ്രൊഡക്ഷനും അതേപോലെ തന്നെ ആ ലാൻഡ് റോവറിൻ്റെ കമ്പനിക്ക് ഇപ്പം അതിൻ്റെ സിസ്റ്റത്തൊക്കെ ഈ ഹാക്കേഴ്സ് ആണെങ്കിൽ അത് അതിൻ്റെ സിസ്റ്റമൊക്കെ ഊമ്പിച്ച്, ഹാക്കേഴ്സ് വന്നിട്ട് ആ സിസ്റ്റമൊക്കെ അവന്മാർ ക്രാക്ക് ചെയ്തതുകൊണ്ട് തന്നെ ആകെ സീനാണ്. ടാറ്റേൻ്റെ ലാൻഡ് റോവറിൻ്റെ പരിപാടി, അതിൻ്റെ ഫാക്ടറീസൊക്കെ അടച്ചിട്ടേക്കുവാണ്. ഇനി പെട്ടെന്ന് തുറക്കണം അവർ. ആകെ സീനാണ് ഗൈസ് കാര്യങ്ങൾ. എന്നാ സീനാണല്ലേ.
ഗൂഗിൾ ടു ബിൽഡ് ഇറ്റ്സ് ബിഗ്ഗസ്റ്റ് എ പവർ ഡാറ്റാ സെന്റർ വിശാഖപട്ടണം. എൻ്റെ അമ്മോ, വിത്ത് 6 billion ഇൻവെസ്റ്റ്മെന്റ്, സെക്കൻഡ് ഓൺലി ടു ദ US. US സെക്കൻഡ് സാധനം വിശാഖപട്ടണത്ത്. അതും ആന്ധ്രാപ്രദേശ് ആണ്. തെലങ്കാന ഹൈദരാബാദാണ്. ഹൈദരാബാദ് തെലങ്കാനയിലാണ്, വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ 6 ബില്യൺ ആക്ച്വലി അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. Data structures. Prashant Kishore said, I earned on 3 years advising companies and employees, and he already paid GST 20 for income tax. Who is this person? Prashant Kishore. അതാണ് വിളി. 50 കോടി രൂപ സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഓട്ടോമൊബൈൽ കമ്പനീസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ ടോപ്പ് സെല്ലിംഗ് മോഡൽസ്. ഒന്ന് നോക്കട്ടെ. മാരുതി സുസുക്കിൻ്റെ ആണെങ്കിൽ വാഗനാർ, എൻ്റെ അമ്മോ, 1.98 ലക്ഷം. എർട്ടിഗ ആണെങ്കിൽ 1.90. ബ്രീസ ആണെങ്കിൽ 1.88. ഹ്യുണ്ടായിൻ്റെ ആണെങ്കിൽ ക്രെറ്റ 1.86 ലക്ഷം. വെന്യു ആണെങ്കിൽ 1.29 ലക്ഷം. നെക്സ്റ്റർ ആണെങ്കിൽ 84,368. പിന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെയാണ് പഞ്ച് 2.02 ലക്ഷം. നെക്സോ 1.72 ലക്ഷം. ടിയാഗോൻ്റെ പണ്ടത്തെ പരസ്യമൊക്കെ കാണാമായിരുന്നു, നമ്മുടെ മെസ്സിയൊക്കെ വന്നിട്ടുള്ള ആ ഒരു പരസ്യം, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. അതാണെങ്കിൽ 85,478 വണ്ടികൾ. പിന്നെ മഹീന്ദ്രേൻ്റെ ആണെങ്കിൽ സ്കോർപിയോ 1.66 ലക്ഷം. മഹീന്ദ്ര സ്കോർപിയോ. പിന്നെ XUV 3XO 85,990. പിന്നെ XUV 700 ആണെങ്കിൽ 79,398. ഇതാണ് ഇപ്പോൾ ആക്ച്വലി ഓൺഗോയിങ് ആയിട്ട് സെല്ലിംഗ് ആയിട്ട് നടക്കുന്ന നല്ല കമ്പനികൾ, ഓട്ടോമൊബൈൽ കമ്പനികളുടെ പരിപാടി. ഓട്ടോമൊബൈൽ. ഇന്ത്യ ഭൂട്ടാൻ ട്രാക്ക്. ഇന്ത്യ അനൗൺസ് 2 cross border railway project to link Bhutan at cost over 4,000 കോടി രൂപ. ഇന്ത്യ ടു ഭൂട്ടാൻ ഗൈസ്. ഇനി ഭൂട്ടാനിലേക്കുള്ള യാത്രകൾ എന്താ പറയുക, സുഗമമാക്കാൻ വേണ്ടി ഇന്ത്യൻ്റെ ഒരു പരിപാടികൾ 4,000 കോടിൻ്റെ റെക്കോർഡ് ഹൈ. എൻ്റെ അമ്മ, പ്രൈസ് ഓഫ് ഗോൾഡ് 1.17 ലക്ഷം. 10 ഗ്രാം ഗോൾഡിന് 1.17 ലക്ഷം രൂപ. ഇന്ന് കൂടിയിട്ടുണ്ടാവൂലേ ഫോർ ദ ഫസ്റ്റ് ടൈം എവർ. സിൽവർ കോസ്റ്റ് 1.44 ലക്ഷം kg ഓൺ MCS. സിൽവറും അതേപോലെ തന്നെ നമ്മുടെ ഗോൾഡും ഇങ്ങനെ പരന്ന് കളിക്കുകയാണ്. കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ഐഫോൺ 17 Pro Max. ഇതിൻ്റെ ഫ്രെയിമിന് $19. ഓക്കെ. A19 Pro ചിപ്പിന് $90. ഡിസ്പ്ലേക്ക് $80. 5G മോഡത്തിനാണെങ്കിൽ $28. മെമ്മറിക്കാണെങ്കിൽ 17. ബാറ്ററിക്കാണെങ്കിൽ 15. സ്റ്റോറേജിനാണെങ്കിൽ $22. ക്യാമറയ്ക്കാണെങ്കിൽ $80. എൻ്റെ അമ്മോ. The cost breakdown of an iPhone. Okay, take a look at component cost. എൻ്റെ അമ്മോ, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര ഉണ്ടാവും? നമുക്കൊന്ന് കൂട്ടി നോക്കാം ഗൈസ്. കാൽക്കുലേറ്റർ എടുക്കട്ടെ. കാൽക്കുലേറ്റർ. എടുത്തു നോക്കാം. 110 പ്ലസ് 80 പ്ലസ് 22 പ്ലസ് പിന്നെ 15 പ്ലസ് 17 പ്ലസ് 28 പ്ലസ് 80 പ്ലസ് 80 പ്ലസ് 90 പ്ലസ് 19 കഴിഞ്ഞില്ലേ? $461 ആക്ച്വലി ഈ ഒരു 17 Pro Maxൻ്റെ ഇത് മാനുഫാക്ചറിങ് കോസ്റ്റ്. ഇപ്പം 17 Pro Max iPhone 17 Pro Max rate in dollars.
17 Pro Maxന് $1199. അപ്പൊ ഒന്ന് ഓർത്ത് നോക്ക്, അതിന്റെ മാർജിൻ 461, ഇരട്ടീന്റെ മുകളിലാണ് അതിന്റെ മാർജിൻ വരുന്നത്. സീൻ 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 അത്രയും മാർജിൻ ആ ഒരു മൊബൈലിന് അവർ കൊടുക്കുന്നുണ്ട്. ഈ എന്താ പറയുക, ആപ്പിളിൻ്റെ പണ്ടത്തെ സ്റ്റീവ് ജോബ്സിന്റെ കാലത്തൊക്കെ 699 രൂപയാണെന്ന് എൻ്റെ വിശ്വാസം, $699. അതിനുശേഷം ഈ ടിം കുക്ക് വന്നപ്പോഴാണ് ഇത്രയധികം മാറ്റം വന്നിരിക്കുന്നത്. ഈ 1000-ന്റെ മുകളിലേക്കൊക്കെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐഫോൺസ് ആക്ച്വലി അവർ ഇറക്കാൻ വേണ്ടി തുടങ്ങി. ടാറ്റ മോട്ടോഴ്സ് ഡിമോർജ്. ടാറ്റ മോട്ടോഴ്സ് വിൽ ബിക്കം ടാറ്റ മോട്ടോഴ്സ് passenger vehicle include EV plus JLR arms. Tata Motors commercial vehicle will separately Asta. Oh, Asta emerged entity for the one Tata Motors shareholders will be one share in the new company. Guys, seen. Oof, എൻ്റെ മോനെ, സീൻ വൺ ടാറ്റ ഷെയർ ഹോൾഡേഴ്സ് വിളിച്ച് വൺ ഷെയർ, അത് എല്ലാ ടാറ്റ മോട്ടോഴ്സിൻ്റെ ആൾക്കാർക്കും ഒരു ഷെയർ മറ്റേ കമ്പനിയിലും കിട്ടിയിരിക്കും. ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ. എൻ്റെ മോനെ, സീൻ. അങ്ങനെയൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് ഓരോരോ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ഇതാക്കി കൊടുക്കേണ്ടത്. അപ്പം ടാറ്റ മോട്ടോഴ്സ് കിട്ടില്ല, നല്ല തീരുമാനം. സ്വദേശി മൈൽസ്റ്റോൺ. Okay, a new Indian app is trying to capture WhatsApp market. Arati Messenger. Arati from Soho has recorded daily sign-up from 3000 to 3,50,000 just 3 days old. Arati Messenger. ആഹാ, വാട്സപ്പിനെ ശുക്രനെ ഓമ്പിക്കാനാണോ പരിപാടി? അരാട്ടെ ഇത് നല്ല സാധനമാണല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെ. Indian സ്വദേശി മൂവ്മെന്റ്. RBI ഡെപ്യൂട്ടി ഗവർണർ, RBI appointed Shirish Chandra Murmu as ഡെപ്യൂട്ടി ഗവർണർ ഫോർ 3 years. മുർമു ഇതിനകത്ത് മറ്റേ നമ്മുടെ പ്രസിഡന്റിന്റെ ഫാമിലിയായിട്ട് വല്ല റിലേഷൻ ഉണ്ടോ? കാരണം മുർമു, അതാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. പുതിയൊരു ഡെപ്യൂട്ടി ഗവർണറാണ് പുള്ളിയുടെ പേര് ശിരീഷ് ചന്ദ്ര മുർമു. Stop overpaying GST on gold jewelry by checking this. Save money. എങ്ങനെയാണ് സേവ് ചെയ്യാൻ പറ്റുന്നത്? Stop. Are you paying more than you need to for the gorgeous gold piece? There is a smart way to save on your jewelry purchase. Simple. The GST rate on the gold jewelry is 3%, but the GST on making charges alone is 5%. ഇതിൻ്റെ GST എന്ന് പറയുന്നത് 3%. അതിൻ്റെ മേക്കിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന GST എന്ന് പറയുന്നത് 5%. Means the gold price and the market means together a combo invoice, a flat. എൻ്റെ അമ്മോ, save money. Service. അതായത് നമ്മളെ ജ്വല്ലറികളെല്ലാം റീഡിസൈൻ ചെയ്യുന്ന പരിപാടിക്കാണെങ്കിൽ നമ്മൾ 5% GST കൊടുക്കേണ്ടത്. എല്ലാത്തിലും GST, എന്തൊക്കെ കാണണമല്ലോ. എന്താ ട്രംപണ്ണന് മൂവീസിനും താരിഫ്, ട്രംപണ്ണൻ ഇമ്പോസ് 100% താരിഫ് ഓൺ മൂവീസ് മെയ്ഡ് ഔട്ട്സൈഡ് അമേരിക്ക. ബെസ്റ്റ്. അതായത് പുറത്ത് ചിത്രീകരിക്കുന്ന ഹോളിവുഡ് മൂവീസിനാണ് ചങ്ങനെ 100% താരിഫ് ഇതാക്കിയിരിക്കുന്നത്. പുള്ളിക്ക് സിനിമകൾ വരെ അവിടെ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണം എന്നാണ് പുള്ളിൻ്റെ ആ ഒരു മൈൻഡ്. എന്ത് ഉന്തിയ മൈൻഡാണ് എൻ്റെ മോനെ. അയ്യോ, അതിന് 100% ടാക്സ്. അമേരിക്ക അതർ കൺട്രീസ് ആർ ഓഫറിംഗ് ഓൾ സോർട്ട് ഓഫ് ഇൻസെന്റീവ്. ആഹാ, അപ്പം മണ്ണൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ, അങ്ങനെ തന്നെ ഇതിനെ പറയണം.
ഓരോ സിനിമകൾ മൂവീസിൽ വരെ അണ്ണൻ താരം ഇതാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയല്ലേ കാണണ്ടേ. ക്ലിയറൻസ് HDFC ബാങ്ക് ഇതിനെ കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല ഗൈസ്. എന്താ പറഞ്ഞൊന്നും എനിക്ക് ഐഡിയ ഇല്ല. വി ആർ ദ ഓൺലി കമ്പനി ഇൻ ദ വേൾഡ് ദാറ്റ് ക്യാൻ ടേക്ക് ഓൺ മൈക്രോസോഫ്റ്റ്. ശ്രീധർ വെമ്പു ഫോർമർ CEO ഓഫ് സോഹോ. എന്നാൽ നമ്മൾ പുള്ളിനെ കുറിച്ച് പറഞ്ഞാണ്. പുള്ളി ഭയങ്കര ഇന്നും ഇത്രയും വലിയ കമ്പനീൻ്റെയൊക്കെ CEO ആണെങ്കിലും പുള്ളി CEO ആയിരുന്ന മനുഷ്യനാണ്. ബട്ട് പുള്ളി ഇന്നും റൂറൽ ഏരിയയിലാണ് പുള്ളി താമസിക്കുന്നത് തമിഴ്നാട്ടിൽ. Enjoy love 60 and saved nearly 4 crore by no AC, no restaurants. But how he overnight simple jobs. പുള്ളിക്ക് 4 കോടി ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി എവിടെയായിരുന്നു? ബട്ട് പുള്ളി ഭയങ്കര റിഗ്രറ്റ് ചെയ്യുന്നു. ഈ സിമ്പിൾ ജോയ് ഉണ്ടല്ലോ, ആ പരിപാടിയൊക്കെ ആസ്വദിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പുള്ളി വളരെയധികം റിഗ്രറ്റിലാണ് ഗൈസ്. 21 കോടിയാണ് ക്യാഷ് പ്രൈസ്. എൻ്റെ അമ്മോ, BCC അനൗൺസ് ചെയ്തേക്കുന്നത് 21 കോടി. ഓ, ആ ഒരു കപ്പ് ജയിച്ചതിൻ്റെ ചാമ്പ്യൻസ് BCCൻ്റെ വക 21 കോടി രൂപ. മൈ ഗോഡ്. ഇൻകം ടാക്സിൻ്റെ 2 റൂൾസോ ഇൻസ്റ്റഗ്രാമിൽ ഷോ ഓഫ് ഫസ്റ്റ്. The income tax department is getting a major upgrade. Not just in your income, your lifestyle will now be under watch. എൻ്റെ മോനെ, ഇൻകം മാത്രമൊന്നുമല്ല, ലൈഫ് സ്റ്റൈലും അവന്മാരിപ്പം വാച്ച് ചെയ്യാൻ തുടങ്ങുന്നു. Rule 1, the IT department can access your social media, personal mails, WhatsApp chat, cloud storage. ഇതെല്ലാം 2026 തൊട്ട് സോഷ്യൽ മീഡിയാസ്, പേഴ്സണൽ മെയിൽ, വാട്സപ്പ്, ക്ലൗഡ് സ്റ്റോറേജ് ഇതെല്ലാം അവർ ട്രാക്ക് ചെയ്യും. കൊച്ചു കിള്ളന്മാർ. ഗ്രോസറി ബിൽസ്, റെസ്റ്റോറൻറ്റ് ബിൽസ്, ട്രാവൽ എക്സ്പെൻസ്, പേഴ്സണൽ പർച്ചേസ് എല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ വേണോ ആ സാധനങ്ങളെല്ലാം അവന്മാർ ആസ്ക് ചെയ്യും. അതൊക്കെ ഒരു റീസൺ. ഇഫ് യുവർ എക്സ്പെൻസസ് ഡിക്ലെയർഡ് ഇൻകം യു ട്രിഗർ എ റെഡ് ഫ്ലാഗ്. അപ്പം എക്സ്പെൻസ് ഇൻകത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ ഒരു റെഡ് ഫ്ലാഗ് ഉണ്ടാവുമെന്ന് സാരം. പോസ്റ്റിംഗ് ദുബായ് ടു ഗൂച്ചി ബെൽസ് ആൻഡ് ക്ലബ് നൈറ്റ്സ് ഷോയിങ് പേപ്പർ. അതായത് നമ്മുടെ ഈ ഇൻകം ടാക്സ് പേപ്പറിൽ 3 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം എന്നൊക്കെ കാണിക്കും. എന്നിട്ട് ദുബായിൽ പോയി ട്രിപ്പ് അടിക്കും. പിന്നെ ഗൂച്ചിൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ ഇട്ട് നടക്കും. പിന്നെ ക്ലബ്സിൽ പോകും. അങ്ങനെ പോകുന്ന നല്ല മനുഷ്യരുണ്ടല്ലോ, അവർക്കൊക്കെയാണ് ഇനി പണി കിട്ടാൻ വേണ്ടി പോകുന്നത്. ആഹാ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര റിച്ചും അതേപോലെ പേർപ്പേഴ്സിനാണെങ്കിൽ ഭയങ്കര ബ്രോക്കായിട്ടുള്ള കുറേ മനുഷ്യരുണ്ട്. അവർക്കിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്ന അടുത്തൊരു പണിയാണ്. IT ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇനി എല്ലാം വാച്ച് ചെയ്യാനായിട്ട് ആക്ച്വലി പോകുന്നത്. ഈ ഹോണസ്റ്റ് പറയുന്നത് നമുക്ക് നല്ല ഹോണസ്റ്റ് ആയിട്ടിരിക്കാം. വെറുതെ അൺനെസസറി ആയിട്ട് ഓരോരോ പരിപാടി വരുത്തി വെക്കാതിരിക്കാം. എല്ലാത്തിനും ഓരോ റെക്കോർഡ്. മറ്റേ ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടി ഞങ്ങളിവിടെ സിനിമ കാണാൻ പോയിട്ടുണ്ട്, ഞങ്ങളിവിടെ ഇത് ധ്യാനത്തിന് പോയിട്ടുണ്ട്, അമ്മാതിരി രീതിയിൽ ഓരോരോ ഐറ്റംസ് ഒക്കെ നമ്മളിങ്ങനെ എടുത്തു വെക്കേണ്ടി വരും. ഏപ്രിൽ 2026 ഫാർ. ഇനി വെറും 3 മാസം ഇല്ല, ഇന്നും കൂടെ ഈ മാസം കൂടെ കൂട്ടാതിരുന്ന വെറും 2 മാസം അത്രേ ഉള്ളൂ ഗൈസ്. വെറും 2 മാസങ്ങൾ അകലെയാണ് ഇവന്മാരുടെ പണി. കൺജഷൻ ടാക്സ് ഇതെന്ത് സാധനം? കർണാടക കൺസിഡർ ഇമ്പോസിംഗ് കൺജഷൻ ടാക്സ് ഓൺ സിംഗിൾ ഒക്യുപ്പൻസി കാർസ് ഔട്ടർ റിംഗ് റോഡ് ടു ഈസ്റ്റ്. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് കർണാടക ഈസ് എക്സ്പ്ലോറിംഗ് കൺജഷൻ ടാക്സ് ഓൺ സിംഗിൾ ഒക്യുപ്പൻസി കാർ. ഇനി ഇതിനകത്ത് സിംഗിളായിട്ട് യാത്ര ചെയ്യുന്ന കാറിൽ സിംഗിളായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കായിട്ടായിരിക്കും ഇനി കർണാടക സർക്കാരിൻ്റെ നല്ല നല്ല ടാക്സ് പണികൾ കിട്ടാൻ വേണ്ടി പോകുന്നത്. അവർക്കിനി സ്കൂട്ടറുകളിൽ യാത്ര ചെയ്യാം. ഓക്കെ, അധികം ഓവറായിട്ടൊന്നും ചെയ്യണ്ട. ബിൽഗേറ്റ്സിൻ്റെ പേര് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. പ്രൈവറ്റ് ടെലികോം പ്ലേയേഴ്സ് അൾട്ടിമേറ്റ് ബാറ്റ്സ് ഓഫ് സർവൈവൽ. എൻ്റെ അമ്മ, ഇതിനകത്ത് 2016 ജിയോ വരുന്നത്. പണ്ടൊക്കെ ഞാൻ 2016 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ ജിയോൻ്റെ എല്ലാവർക്കും ഫ്രീ നെറ്റ്, ജിയോൻ്റെ എല്ലാം വൈഫൈ അത് അംബാനി കൊടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആ സമയത്തേക്ക് ഞാൻ വിചാരിച്ചു ഇയാൾ മുമ്പിക്കും എന്നൊക്കെ ആയിരുന്നു. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇയാൾ മുമ്പിക്കുന്നു, കുറച്ച് കഴിയുമ്പോഴല്ല ഇയാൾ ഇത്
വെറുതെ കണ്ട് ജിയോ നമുക്ക് പിടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുമ്പിക്കൊന്ന് മനസ്സിലായിരുന്നു. ബട്ട് ആ ഒരു സമയത്ത് ജിയോ നെറ്റ് എടുക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഗുണങ്ങൾ കിട്ടി. പിന്നെ ജിയോ ബാക്കി ഞാൻ വിചാരിച്ചത് അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും, പിന്നെ അത് പുള്ളി നിർത്തുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു ഫ്രീ ആയിട്ട് നെറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ 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 പുള്ളി ഇങ്ങനെ പൈസ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവസാനം ഇപ്പം നിൽക്കുന്നത്, ഇപ്പോൾ ആ 1.5 GB പ്ലാനൊക്കെ അങ്ങോട്ട് പുള്ളി എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ 2 GB അങ്ങനെ ഒരു പ്ലാന്, അതിപ്പോൾ നമ്മൾ കയറ്റണം. എന്തൊരവസ്ഥ എന്നറിയോ? ഇപ്പം എന്താ പറയുക, ഏറ്റവും വലിയ സീൻ എന്നറിയോ, ഹോട്ട്സ്റ്റാർ, ജിയോൻ്റെ ഹോട്ട്സ്റ്റാർ അത് നമുക്ക് കിട്ടുമായിരുന്നു ആദ്യം. എനിക്ക് തന്നെ ഒരു മാസം മുന്നേ നമുക്ക് ഫ്രീ ആയിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ നമ്മൾ റീചാർജ് ചെയ്യാമല്ലോ. ജിയോൻ്റെ മൊബൈലിൽ 2 GB ഒക്കെ റീചാർജ് അല്ലെങ്കിൽ 1.5 GB ഒക്കെ റീചാർജ് ചെയ്യാൻ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാർ കിട്ടില്ല, ജിയോ TV മാത്രം കിട്ടും. അതൊക്കെ അൾട്ടിമേറ്റ് ചിത്രത്തരാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, കാരണം ആ സാധനം പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. നല്ല സീരീസും നല്ല സാധനങ്ങളോ അതിനകത്ത് വരുന്നോണ്ടിരുന്ന അതെല്ലാം പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. വോഡഫോണും ഐഡിയയും തമ്മിൽ മെർജ് ചെയ്ത്, അതെന്നായിരുന്നു അതിനകത്ത് തിരുത്തേക്കുന്നില്ല. വോഡഫോൺ അർജിയും തമ്മിൽ മെർജ് ചെയ്ത്, അപ്പം ജിയോ ഇപ്പം 40% ടെലികോം കമ്മ്യൂണിക്കേഷൻ സാധനത്തിൽ ഇപ്പം ഇതാക്കുന്നുണ്ട്. ഇപ്പം ആകെ മാർക്കറ്റ് പ്ലേസ് ആയിട്ടുള്ളത് ജിയോയും എയർടെലും വിഐയും പിന്നെ BSNL ആണ്. പണ്ട് ഏതൊക്കെ ഉണ്ടായിരുന്നു? റിലയൻസ് ഉണ്ടായിരുന്നു, ജിയോ ഉണ്ടായിരുന്നു, BSNL ഉണ്ടായിരുന്നു, ഇതെന്ത് സാധന, പിന്നെ എയർസെൽ ഉണ്ടായിരുന്നു, വോഡഫോൺ ഐഡിയ, പിന്നെ യുണിനോർ ഉണ്ടായിരുന്നു, MTS, വീഡിയോകോൺ, അങ്ങനെ 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 പല രീതിയിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം ഒരു കൊടക്കയിലായി. ടാറ്റ ഡിമോർജർ, ടാറ്റ മോട്ടോഴ്സ് is split in 2 units by October. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത്. കൊമേഴ്ഷ്യലും അതേപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിൾസും അതിനെ ഇങ്ങനെയാക്കും. അതാണ് അവരിപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെന്തായാലും ഒരു കിടിലൻ നല്ലൊരു പരിപാടിയായി. അപ്പം നേരെ പോയിട്ട് എല്ലാവരും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ വാങ്ങുക വിൽക്കുക. 2 ഷെയർ ഇപ്പോൾ ഫ്രീ ആണ് എൻ്റെ മാരുടെ വക. അതെങ്ങനെയാണെങ്കിലും നല്ലൊരു സീനായിട്ടുണ്ട് ഗൈസ്. അപ്പം ഇത് 4 ദിവസം മുമ്പുള്ളതാണ്. അപ്പം ഇന്ത്യസ് അൾട്ടിമേറ്റ് ബൂസ്റ്റ് ഫോർ സ്റ്റാർട്ടപ്സ്, നോ ടാക്സ് ഫോർ 3 years. സ്റ്റാർട്ടപ്പുകൾക്ക് നല്ല ഓരോരോ ഇത് തന്നിട്ടുണ്ട്. ഇനി സ്റ്റാർട്ടപ്പുകൾക്ക് 3 വർഷത്തേക്ക് യാതൊരു വിധത്തിലുള്ള ടാക്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല. Iran's nuclear program. America stopped. We Indians faced same, but 2 legends made it possible. ഇവരാണ് സത്യം പറയാലോ, എനിക്ക് അബ്ദുൽ കലാമാണ് ഈ ഒരു മിസൈലിൻ്റെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ അടുത്താണ് ഞാൻ അങ്ങനെ ഒരു വാർത്ത അറിയുന്നത് തന്നെ. ഇതിനകത്ത് ഇങ്ങനെ അബ്ദുൽ കലാമും വാജ്പേയി ഇവർ രണ്ടുപേരുമാണ് ഇതിനകത്ത് പ്രവർത്തിച്ചതെന്ന്. ന്യൂക്ലിയർ പ്രോഗ്രാം. ന്യൂക്ലിയർ പ്രോഗ്രാം. Major discovery. Oil India confirms natural gas discovery in Andaman Sea Basin. 87% methane detected. 87% methane detected ആയത്. 87%. Remember this. 50% profit on 1,000 rupees is 500. 5% profit on 1 lakh is 5,000. Not chase bigger returns, chase more capital. Yep, chase more capital. Be smart, build capital. CR mark. Saroda Fund House has crossed 800 crore mark in assets under management in less than 2 years since launch. എൻ്റെ അമ്മോ, അസറ്റ് മാനേജ്മെന്റ് സെറോജ ഫണ്ട് ഹൗസ്, അതാണ് അസറ്റ് മാനേജ്മെന്റ് ഫേമായി. ബ്ലാക്ക് റോക്ക് പോലെ, വാൻഗാർഡ് പോലുള്ള ഒരു അസറ്റ് മാനേജ്മെന്റ് ഫേമാണ് ഇത്. ആക്ച്വലി ഇവരുടെ അടുത്താണ്, സെറോജൻ്റെ അടുത്ത് ഹബുണ്ട്, അതേപോലെ തന്നെ സെറോജ ആണെങ്കിൽ ഇപ്പം അസറ്റ് മാനേജ്മെന്റ് പരിപാടി ഓർത്ത് നോക്കുക. അത്രയും 8,000 കോടി രൂപയാണ് അവരിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരോ കളികൾ. ഡിഡ് യു നോ ദ വേൾഡ്സ് റിച്ചസ്റ്റ് വില്ലേജസ് Madhapur in Gujarat, India, with a population of around 92,000 and fixed deposit worth 5,000 crores. എൻ്റെ അമ്മോ, ഇതാണ് ഏറ്റവും വലിയ റിച്ചസ്റ്റ് വില്ലേജ്. എവിടെയാണ്? ഗുജറാത്തിലാണ് ഗൈസ്, ഗുജറാത്തിൽ. എൻ്റെ അമ്മോ, ഗുജറാത്ത്. Swadeshi Network. PM inaugurated BSNL Swadeshi 4G network on September 27. Modi ji
ദക്കൻ കുക്കിയാടാ ഏഷ്യാസ് ലാർജസ്റ്റ് മുഖാനി മുരുകേശ ഇത് നമ്മൾ പറഞ്ഞായിരുന്നു 40,000 കോടി രൂപേൻ്റെ ഫുഡ് പാർക്കാണ് പുള്ളി ഇനി ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. 2025 ബിഗ്ഗസ്റ്റ് IPO. 2025 ബിഗ്ഗസ്റ്റ് IPO. ടാറ്റ ക്യാപിറ്റൽ ടു ലോഞ്ച് 2025 ബിഗ്ഗസ്റ്റ് IPO 16,000 crore October 6 and 8. നോ ഷെയർ ഹോൾഡേഴ്സ് കോട്ട IPO. ഗൈസ് എന്താണ് IPO? ടാറ്റ ക്യാപിറ്റൽ ഈസ് സെറ്റ് ടു ഡ്രോപ്പ് സൈപ്പോസ് 6 കിട്ടി. ഇന്നത്തെ ഡേറ്റ് 2. ടാറ്റ 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 IPO 6.77 ലക്ഷം crore. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാൻസ് ടു ബോറോ ഡെക്കോർ ഇൻ ദ H2 FY 2003 ഡേറ്റ്. സെക്യൂരിറ്റീസ് ഒക്കെ വെച്ചിട്ടാണ് ഇത്രയും പൈസ എടുക്കുന്നത്, ഇൻക്ലൂഡിങ് 10,000 crore ഇൻഷുറൻസ് ഓഫ് ഗവൺമെന്റ് ഗ്രീൻ ബോൺഡ്സ്. അപ്പം ഗവൺമെന്റിന്റെ ഗ്രീൻ ബോർഡ് അതെന്തിനാന്ന് എന്നോട് ചോദിക്കരുത്. ആ സാധനമൊക്കെ വെച്ചിട്ടാണ് സാധനം അവർ ഗഡമെടുക്കുന്നത്. ഇന്ത്യ ഗഡം. ആ ഗഡ ആരുടെ ദില്ലിയിൽ? നമ്മുടെ ദില്ലിയിൽ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ട്രംപ്സ് ന്യൂ അനൗൺസ്മെന്റ് താരിഫ്സ്. ഫാർമസ്യൂട്ടിക്സിൽ 100% ട്രാഫിക്, 100%. കിച്ചൺ ക്യാബിനറ്റ് ബാത്റൂം വാനിറ്റീസ് 50% താരിഫ്. അപ്ഹോൾസ്റ്റേർഡ് ഫർണിച്ചർ 30%. ഹെവി ട്രക്ക് 25%. ഇനി എന്തിനാണ് അണ്ണൻ ഇനി എന്താ ചിന്തിക്കേണ്ടത് അറിയാം? അണ്ണൻ എന്തിനാണ് ഇനി താരിഫ് വെക്കാത്തതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം താരിഫ് അങ്ങ് അടിച്ചു വിടുകയാണ്. ഇതൊക്കെ എന്ത് കാണാനാണോ? അണ്ണൻ പ്രസിഡന്റ് ആയപ്പോ പിന്നെ ഫുള്ളും താരിഫാ. ഇവിടെ താരിഫ്, അവിടെ താരിഫ്, എല്ലായിടത്തും താരിഫ്, അവൻ്റെ മറ്റേടത്ത് താരിഫ്, മറിച്ച താരിഫ്. TCS 36% ഉണ്ടാവും. സത്യം. TCS, ടാറ്റ മോട്ടേഴ്സ് എല്ലാം ഇപ്പം ഡൗൺ ആണ്. ആകെ ടാറ്റേൻ്റെ ഗോൾഡ് ഉണ്ട് ആക്ച്വലി. അതാണിപ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് ഗൈസ്. വേറെ ബാക്കിയെല്ലാം തന്നെ ഡൗൺ ആണ് ഓൾമോസ്റ്റ്. TCS breaks below 3,000. It's the lowest level since February 2021. Now down to its all-time high. 36% അവർ ഡൗൺ ആയി പോയിരുന്നത് ഗൈസ്. എന്നാ ചെയ്യാനാടാ പോവേ? എന്നാ ചെയ്യാനാ? 1.1 ന്യൂ പ്ലാനറ്റ്. ബെസ്റ്റ്. റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് വിൽ ഇൻവെസ്റ്റ് 1,656 കോടി രൂപ ടു എസ്റ്റാബ്ലിഷ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഇൻ തമിഴ്നാട്. തമിഴ്നാടിലാണ്. കാമ്പാക്കോള പിന്നെ ജോയിൻ്റ് ഇതെല്ലാം കൂടെ മാനുഫാക്ചർ ചെയ്യാനായിരുന്നു പുള്ളി പുതിയ രീതിയിലുള്ളൊരു പരിപാടി പിടിക്കുന്നത് ഗൈസ്. പരിപാടി. ഇത് നമ്മളിപ്പം കേട്ടില്ലേ? ഇന്ത്യൻ ഫാർമ ടു ബി ഹിറ്റ്. അതെ, ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികളുടെ സ്റ്റോക്സിന് വിലയിടിയും. താരിഫ്, അവൻ്റെ മറ്റേ താരിഫ്. ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്ന വാർത്തയാണ്. ലാരി എൽസന്റെ കാര്യം എന്ന് പറയുന്നത്. ഗ്രോ അർബൻ കമ്പനി ഫൗണ്ടർ ഷെയർ ഹോൾഡിംഗ് ഇൻ ന്യൂ ഏജ് കമ്പനീസ്. ഗ്രോയിൽ 26%, അർബൻ കമ്പനി എനിക്ക് കമ്പനി അറിഞ്ഞില്ല 20%, ലെൻസ്കാർട്ട് 19%. ഗൈസ്, ഞാൻ ഈ ലെൻസ്കാർട്ടിൻ്റെ കഥ എന്ന് പറയുന്നത് അത് ഒരു ചെറിയൊരു കഥയുണ്ട്. അതായത് പണ്ട് നമ്മൾ ഈ ഗൂഗിൾ പേ, ഫോൺ പേയിലൊക്കെ നമുക്ക് പൈസ അങ്ങോട്ട് അയക്കുമ്പോൾ ലെൻസ്കാർട്ടിൽ നമുക്ക് 50% ഫ്രീ, 60% ഫ്രീ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ലെൻസ്കാർട്ട് എന്ന് പറഞ്ഞാൽ നല്ല തട്ടിപ്പാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് എന്തെങ്കിലും 50%, ഞാനൊരു 50 രൂപ വയ്ക്കുന്നതിന് ഇവന്മാർ എനിക്ക് 50% ഫ്രീ ആയിട്ട് ലെൻസ്കാർട്ടിൽ തരുന്നു. അതൊക്കെ എന്താണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഇപ്പം ലെൻസ്കാർട്ട് വളരെ വലിയൊരു കമ്പനിയായി. ഈ ഗ്ലാസ് വരെ അവിടെ പോയിട്ടാണ് ഞാൻ വാങ്ങിയത്. കാരണം അമ്മാതിരി രീതിയിലാണ് ഇത് വളർന്ന് വലുതായത്. പിന്നെ പേടിഎം 9.6%, സ്വിഗ്ഗി 7.9%, PB ഫിൻടെക്കിൽ 6.32%, സൊമാറ്റോയിലാണെങ്കിൽ 5.5%, ടൈം ലാബ്സ് 1.97%. എല്ലാവർക്കും ഇങ്ങനെയാണല്ലോ. 10,000 to each. PM Modi will transfer each to 75 lakh women in Bihar on September under CM employment scheme.
UPI expansion. NPCI International in partnership with the Qatar National Bank has enabled a QR code-based unified payments interface across Qatar. ഖത്തറിലാണ് ഇപ്പം ഇനി നമ്മുടെ യു പി ഐൻ്റെ കളികൾ അപ്പം ഖത്തറിലുള്ള ആൾക്കാർക്കെല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. ബിഗ് ബ്രേക്കിംഗ്, ഇന്ത്യ സക്സസ്ഫുള്ളി ടെസ്റ്റ് അഗ്നി പ്രൈം മിസൈൽ ഫ്രം റെയിൽ ബേസ്ഡ് മൊബൈൽ ലോഞ്ചർ. വാവ്. Rajnath Singh confirms. Hours you need to work to buy iPhone 17 Pro Max. ഇന്ത്യയിലാണെങ്കിൽ 1749 അവർ, വിയറ്റ്നാമിലാണെങ്കിൽ 908 അവർ, ടർക്കിയിലാണെങ്കിൽ 709 അവർ, ബ്രസീലിലാണെങ്കിൽ 638 അവർ, മെക്സിക്കോയിലാണെങ്കിൽ 545 അവർ, പോർച്ചുഗലിലാണെങ്കിൽ 191 അവർ, ഹംഗറിയിലാണെങ്കിൽ 188, സൗത്ത് കൊറിയയിലാണെങ്കിൽ 80, USA യിലാണെങ്കിൽ 31, സ്വിറ്റ്സർലാൻഡിലാണെങ്കിൽ 26 അവർ. ഒന്ന് ഓർത്ത് തുടങ്ങി, സ്വിറ്റ്സർലാൻഡിൽ 26 അവർ. എന്തൊരു മാറ്റമല്ലേ. ഇന്ത്യയിൽ 1749 അവർ. ഇരട്ടീൻ്റെ ഒരു 20 ഇരട്ടി, 30 ഇരട്ടി, 40 ഇരട്ടീൻ്റെ ഒക്കെ എത്ര എത്തുന്നുണ്ടായി. എന്തൊക്കെ കാണണാവോ, എന്തൊക്കെ കാണണം. അദാനി കമ്പാക്ക് ബൈ. അത് കഴിഞ്ഞ ദിവസമായിരുന്നു ഫേക്ക് ടാക്സ് റീഫണ്ട്. ഇൻകം ടാക്സ് ഫേക്ക് ടാക്സ് 200 കോടി. ഇൻകം ടാക്സ് പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഫേക്ക് ടാക്സ് ഫ്രോഡ് ചെയ്യുന്നവന്മാരെയൊക്കെ തന്നെ. 10G ഗോൾഡ് പ്രൈസ്. ഇതിനേക്കാളും സ്വിഗ്ഗി ടു സെൻഡ് റാപ്പിഡോ സ്റ്റേക്ക് ഫോർ. എൻ്റെ അമ്മ, റാപ്പിഡോ 2400 കോടി ടു ഹോൾസേൽസ് ആൻഡ് വെസ്റ്റ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. അതെ, ഈ റാപ്പിഡോയ്ക്ക് ആണെങ്കിൽ എന്തൊക്കെയോ, ഇവിടെ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ റാപ്പിഡോ അങ്ങനെ ഫങ്ഷനിങ് അല്ല ആക്ച്വലി. അവിടെ എന്തൊക്കെയോ സീനൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ സീൻ എന്ന് പറയുന്നത്. കാരണം റാപ്പിഡോ you get after road budget. 2.87 ലക്ഷം കോടി രൂപയാണ് റോഡ് ബജറ്റ്. 18% GST ആണ് വെഹിക്കിൾ, 10% റോഡ് ടാക്സ്, 19% ഫ്യൂവൽ ടാക്സ്, 5 തൊട്ട് 30% വരെ ഇൻകം ടാക്സ്. നമ്മളെ കൊണ്ടിക്കാൻ വേണ്ടി ഓരോരോ പരിപാടി. ഇപ്പം എന്നാ പറയാ. More than Ambani, Gates, Buffett, world's biggest philanthropist. അതെന്താണ് പറയുന്നത്? Jamshedji Tata isn't just India's father of industry, he is also the world's biggest donator. Jamshedji Tata 8.29 lakh crore donated to Hurun's global return. Tata's lifetime donations stand at 102.4 billion, way above Bill Gates and Warren Buffett. Education over luxuries. From IISc Bangalore to world-class medical institution, his fortune was channeled into healthcare education for Indians. Healthcare അതേപോലെ എഡ്യൂക്കേഷനും, അതാണ് പുള്ളിൻ്റെ മുൻഗണന. ഫിലാൻഡ്രോഫി, ഫാമിലി കൾച്ചർ. It was not a trend for him, it was a family culture. ഇങ്ങനെ കൊടുക്കുന്നത് ഫാമിലി കൾച്ചറാണ് ആക്ച്വലി. സൺസ് ക്യാരി ദ ലെഗസി ഫോർവേഡ് ബൈ പുട്ടിംഗ് സൊസൈറ്റി ബിഫോർ സൊസൈറ്റി ബിഫോർ. കോവിഡിനേക്കാളും കൂടുതൽ അവർ സൊസൈറ്റീൻ്റെ ഗ്രോത്തിനാണ് അവർ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തേക്കുന്നത്. ഈ വിഷൻ ഫോർ സെഞ്ചുറീസ്. ഇന്ത്യ സ്റ്റിൽ ബെനിഫിറ്റ് ഫ്രം ദിസ് വിഷൻ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ട് ബൈ ജംഷെഡ് ടാറ്റ കണ്ടിന്യൂ ടു എഡ്യൂക്കേറ്റ്, എംപ്ലോയ് ആൻഡ് സേവ് മില്യൺസ് ലോങ് ആഫ്റ്റർ ഹിസ് ലൈഫ് ടൈം. യെസ്, ടാറ്റ ഗ്രൂപ്പ്സ്. പുള്ളിൻ്റെ ഡെത്തിന് ശേഷവും ഇന്നും ടാറ്റ ഗ്രൂപ്പ്സ് വളരെയധികം എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ വേറെ പല കാര്യങ്ങൾ, എംപ്ലോയ്മെൻറ്റ്, അങ്ങനെ കുറേയധികം കാര്യങ്ങളിൽ അവർ ഇപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ്. GST 2.2 എഫക്റ്റ് ഓൺ 22 സെപ്റ്റംബർ തൊട്ടാണല്ലോ മാരുതി സുസുക്കി കോവിഡ് 30,000 കാറോ ആ GST എഫക്റ്റ് കാരണം 30,000 കാർ. ഹുണ്ടായി ആണെങ്കിൽ 11,000 കാർ. ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിൽ 10,000 കാർ.
ഇതെന്താണ് ഇങ്ങനെ കാർ വിൽപ്പന? കാർ വിൽപ്പന. ഹയസ്റ്റ് സെയിൽ. Just hit its biggest single day sales in the last day on the first day of Navratri and the GST 2.0 rolled out. They delivered 30,000 കാർസ്. എൻ്റെ അമ്മോ, 80,000 എൻക്വയറീസ്. ഇതെന്തുവാ മാരുതി സുസുക്കി ഇങ്ങനെ പറന്ന് പോവാണല്ലോ ഗൈസ്. പറക്കാൻ പറ്റാറ്റുന്നുണ്ട്. He is haunted by the possibility of മൈക്രോസോഫ്റ്റിൻ്റെ ഭാഗത്തോടെ ഇല്ല. അവർക്ക് ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് വേറൊരു കാര്യം. ഓപ്പൺ ആയാലൊക്കെ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. 100 ബില്യൻ്റെ മുകളിലേക്ക് കണ്ട് അവർക്ക് ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. കാര്യം പറയാമല്ലോ. സ്മാർട്ടോ ran out of money 6 times in 15 years. എല്ലാവർക്കും ഓരോ കാലം ഉണ്ടാവും മുമ്പിത്തിട്ടിരിക്കുന്നത്. അതും സൊമാറ്റോയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അതാണ് സിമ്പിൾ. 6 തവണയാണ് 15 വർഷത്തിനിടയിൽ. അപ്പം സൊമാറ്റോ 1L പെട്രോൾ പ്രൈസ് അറൗണ്ട് ദ വേൾഡ്. ഇന്ത്യയിൽ 101 രൂപ, UAE 61 രൂപ, ഹോങ്കോങ്ങിൽ 321 രൂപ, US 81 രൂപ, പാകിസ്ഥാനിൽ നിങ്ങൾ ഓർക്കണം, പാകിസ്ഥാനിൽ 82 രൂപയെ, സൗദി അറേബ്യയിൽ 54, ഇറാനിൽ 2.5 രൂപയോ. ഇതെന്തുവാ? അവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, സാധനം ഉണ്ടല്ലോ. ചൈനയിലാണെങ്കിൽ 94, റഷ്യയിൽ 67, എന്നാൽ ഇന്ത്യയിൽ 101. ഇവിടെ കേരളത്തിൽ അതിനേക്കാളും കൂടുതലാണ്, 106, 7. ഇത് H1B വിസേൻ്റെ കാര്യത്തിൽ. അതായത് നമ്മളിപ്പം ആക്ച്വലി നമ്മളിവിടുന്ന് ഒരു ഇന്ത്യൻ ഡെവലപ്പറിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കൊരു പേ ഉണ്ട്. ആ പേയ്ക്ക് പറയുകയാണ് $100K നമ്മൾ US ഗവൺമെൻറ്റിന് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കമ്പനീസ് എല്ലാം കൂടെ ഇനി ചെയ്യാൻ പോകുന്നത്, ഒന്നുകിൽ അവർ അത്രയും, അതായത് ഒരു വർഷത്തിൽ ഗവൺമെൻറ്റിന് മാത്രം $100, പിന്നെ ഒരു എംപ്ലോയിക്ക് കൊടുക്കണം $110K ഒരു വർഷത്തേക്ക്. അതാണ് അത്രയും പൈസ കൊടുത്താൽ മാത്രമേ അത്ര എക്സ്പെൻസീവ് മീറ്റ് ചെയ്യാൻ എല്ലാ ടെക് കമ്പനികളും നോക്കണം. അപ്പോൾ അതിനേക്കാളും വേഗം ഈ ഒരു സോഹോൻ്റെ പുള്ളി പറഞ്ഞതെന്ന് പറയുന്നത് ഇവിടെ വരിക, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് 5 വർഷം കൊണ്ട് റീബിൽഡ് ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ എസ്പെഷ്യലി അവിടുന്ന് വർക്കുകളെല്ലാം ഇങ്ങോട്ട് ഔട്ട്സോഴ്സ് ചെയ്യും. അതേപോലെ തന്നെ റിമോട്ട്ലി ആയിട്ട് കുറേ പേർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അത് ആക്ച്വലി കമ്പനികളെ ബെനിഫിറ്റ് ചെയ്യും. അതായത് അത്രയും പൈസ ഒന്നും ഇവിടെ കൊടുക്കേണ്ടി വരില്ല. പിന്നെ ഇവിടെ ആ $100K എന്ന് പറഞ്ഞാൽ നല്ല പൈസയാണ്, അല്ല പെരുംജാതി പൈസ. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് എന്താ പറയുക, അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കണോമിക്ക് യൂസ്ഫുൾ ആയിരിക്കും ആക്ച്വലി. ഓരോ താരിഫ് ഇങ്ങനെ കുറേ ഇതൊക്കെ. ഇന്ത്യസ് ഗോൾഡ് മൈൻ ജൊന്നഗിരി ഇൻ ആന്ധ്രാപ്രദേശ് ടു ഹോസ്റ്റ് ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് ഗോൾഡ് മൈൻ വിത്ത് ആനുവൽ പ്രൊജക്റ്റഡ് അറ്റ് 750 kg. 750 kg ആനുവൽ ഔട്ട്പുട്ടായിട്ട് അവർ നോക്കാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശിലാണ്. ജൊന്നഗിരി എന്നാണ്. ജൊന്നഗിരി. അമൂലിൻ്റെ പ്രൈസ്. അമൂൽ ഹാസ് റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ഓവർ 700 ഡയറി പ്രോഡക്ട്സ്. കുറച്ചുകൂടെ ആയിരുന്നു നിങ്ങളിവിടെ ഐസ്ക്രീം ആൻഡ് ബട്ടർ. ഐസ്ക്രീമിൻ്റെയും GST ആണോ പൈസ കുറയാൻ കാരണം? ആയിരിക്കുമല്ലോ. എല്ലാ ഡയറി പ്രൊഡക്ട്സിൻ്റെയും പൈസ കൊടുത്തിട്ടുണ്ടാകുമ്പോൾ you died, but insurance meant for your family found by someone else. എൻ്റെ അമ്മോ, ഇതൊക്കെ സീനാണല്ലോ. Unless you bought term insurance to protect you, but you missed one crucial step. Now your creditors or extended family can legally claim the money. Nominee owner. Yes, you added your wife as a nominee. But a nominee is just a caretaker of the money, not the legal owner. Legal owner like this means anyone can challenge your wife's claim in court, creditors, relatives, and even business partners. Seen all guys. So what's it doing? Just tick one option while
ബൈയിങ് ടേം ഇൻഷുറൻസ്, MWP ആക്ട്. അതെന്താണാവോ? മാരീഡ് വുമൻസ് പ്രോപ്പർട്ടി ആക്ട്, അതാണ്. If you opt for this while buying term insurance, the payout goes only to the wife and children. അങ്ങനെ ഒപ്റ്റ് ചെയ്താൽ അത് നേരെ പോകുന്നത് വൈഫിനും ചിൽഡ്രനും മാത്രമായിരിക്കും. അതിപ്പം ഇനി എന്തെങ്കിലും ടേം ഇൻഷുറൻസുകൾ എടുക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങളതിൻ്റെ മോചനം. ലീഗൽ ഷീൽഡ്. വൺസ് ഇൻഷുറൻസ് പേയ്ഡ് ഈസ് ലീഗലി പ്രൊട്ടക്റ്റഡ്. നോ ലോൺസ് ഉണ്ടാവില്ല, ആരും ക്രെഡിറ്റേഴ്സ് ഉണ്ടാവില്ല, റിലേറ്റീവ്സും ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. എല്ലാ കോർട്ടിലും നമുക്ക് ഇതിന് പോയിട്ട് ലീഗലായിട്ട് പരിപാടി പിടിക്കാനും പറ്റും. ആഡ് അറ്റ് പർച്ചേസ്, യു കനോട്ട് ആഡ് ലേറ്റർ. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ സാധനം നമ്മൾ MWP സാധനം നമ്മൾ ചെയ്തേക്കണം. അതേപോലെ തന്നെ യു മസ്റ്റ് ഓപ്റ്റ് ഫോർ ഇറ്റ് വൈൽ ബൈയിങ് ദ പോളിസി, അതാണ്. വൺസ് ആഡ് ഈവൻ യു കനോട്ട് ചേഞ്ച് ദ ബെനിഫിഷ്യറി. വൺസ് ആഡ് ചെയ്താൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. ഡു നോട്ട് ലെറ്റ് യുവർ ഇൻഷുറൻസ് മണി ആൻഡ് ഇൻ റോങ് ഹാൻഡ്സ്. യെസ്, ആരുടെയും ഇൻഷുറൻസ് പണികൾ ആരുടെയും റോങ് ഹാൻഡ്സിൽ ഒരിക്കലും പോയി നിൽക്കരുത്, അതാണ്. ഉണ്ടായി ടു ഇൻവെസ്റ്റ് 11,000 കോടി ടെലഗോൺ പ്ലാനറ്റ് ഇൻ മഹാരാഷ്ട്ര. എന്താണ് ടെലഗോൺ പ്ലാനറ്റ്? മാനുഫാക്ചറിങ് ആണോ? Hyundai Motors India says on its investment commitment in Maharashtra by 57% to Crossing Telegon. ടെലഗോണിൻ്റെ കാര്യങ്ങൾ, ടെലഗോൺ GST റിഡക്ഷൻ. യപ്പ് ഫാമിലീസ് ഇന്ത്യൻ്റെ ഗോൾഡ് റിസർവാണ് 26,000 ടണ്ണാണ് ഫാമിലീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. RBI മാത്രം 900 ടണ്ണ്. ടെമ്പിളും അതേപോലെ നമ്മൾ ഈ പഞ്ചാബീസിൻ്റെ ഗുരുദ്വാരാസും 4,000 ടൺസാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 30,900 ടൺ ഗോൾഡ് ഇന്ത്യയിലുണ്ട് ഗൈസ്, ഇന്ത്യയിലുണ്ട്. അല്ല, അതിൻ്റെ മുകളിലുണ്ടാവും. ഓക്കെ, ഇനി കടകളിലുള്ള ടൺ കണക്കിന് ഗോൾഡുകൾ എവിടെ പോകുന്നു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഡു നോട്ട് സ്ലീപ് ടുഡേ ഗൈസ്. ഇത് നമ്മളെ GSTൻ്റെ ആണ്. GST India's Big Four. ഓക്കെ, PM not to hold a high level meeting on India's own Big Four accounting firmസിലാണ് EY, PwC, Deloitte, KPMG. The reality behind petrol price you might shock you. എന്താണ് ഇതിൻ്റെ റിയാലിറ്റി? പെട്രോളിൻ്റെ കോസ്റ്റ് 44, വാട്ട് യു പേ 100. സത്യം 56 രൂപ എക്സ്ട്രാ. ഇതെന്തുവാ? സ്ട്രേറ്റ് ഇൻ ഗവൺമെൻറ് ടാക്സസ് 57, 44. ഓക്കെ, 57 അത് ടാക്സ് ആയിട്ട് പോകും. ഇറ്റ്സ് മോർ ദാൻ ദാറ്റ് കോസ്റ്റ് ഓഫ് ഫ്യൂൽ ഇറ്റ്സെൽഫ്. ഗവൺമെൻറ് എൻ്റെ അമ്മോ 7.51 ലാക്ക് ക്രോർ ഫ്യൂവലിൻ്റെ ടാക്സ് വഴിയായിട്ട് മാത്രം അമ്മമാരുണ്ടാക്കി. ദാറ്റ്സ് മോർ ദാൻ ദ എൻ്റെ GDP. ഇപ്പോൾ ശ്രീലങ്ക, ഭൂട്ടാൻ്റെ ഒക്കെ GDP-നേക്കാളും മുകളിലാണ് പെട്രോൾ വിറ്റിട്ട് ടാക്സ് വഴിയായിട്ട് മാത്രം കിട്ടിയിരിക്കുന്നത്. ഓയിൽ കമ്പനികൾ 86,000 കോടി രൂപ. Who is refining and selling petrol and 7x lakhs. അവർ സെല്ലിങ് ചെയ്യുന്നവരും റിഫൈൻ ചെയ്യുന്നവരും 7x lakhs ആയിരിക്കും കിട്ടുന്നത് അവർക്ക്. And crude oil crashed to $20 barrel in 2000 with petrol price fall. ഇല്ല, 2020 ആ ഒരു ക്രൂഡ് ഓയിലിൻ്റെ പൈസ ഇല്ല. ഇങ്ങനെ ഫാൾ ചെയ്ത സമയത്തും എവിടെ പെട്രോൾ മാറാൻ ഒരു പറയും മാറിയിട്ടില്ല. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് 32.9 ഒരു ലിറ്ററിനാണ് എക്സൈസ് ഡ്യൂട്ടി. പ്രോഫിറ്റ്സ് യു പെയ്ഡ് ദ പ്രൈസ്. അത് ഗവൺമെൻറ്റിന് പ്രോഫിറ്റ് ഇതാക്കുകയും ചെയ്തു. പ്രോഫിറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ടാക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കമ്പാരിസൺ: USA ഫ്യൂവൽ ടാക്സ് 19%, UK ഫ്യൂവൽ ടാക്സ് 45%, ഇന്ത്യൻ്റെ ഫ്യൂവൽ ടാക്സ് 54 തൊട്ട് 60% വരെ. The government does not want cheaper fuel. They want silent taxpayers like you. You are not just buying petrol, you are bank rolling the system.
സത്യം. ഈ പെട്രോൾ വഴിയായിട്ട് അത്ര 7.55 ഭൂട്ടാനേക്കാളും ശ്രീലങ്കേനേക്കാളും GDP-ന്റെ മുകളിൽ അവർ കോമ്പൈൻ ചെയ്ത GDP-നേക്കാളും മുകളിലാണ് ഈ ഒരു പെട്രോൾ വിറ്റ് മാത്രം ഉണ്ടാക്കിയത്. അപ്പം ആരാണ് നമ്മളൊരു സിസ്റ്റത്തെയാണ് ഇങ്ങനെ താങ്ങി 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 നിർത്തുന്നത്. ഓക്കെ, അപ്പം ഇനി ആ പെട്രോളൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങളത് മനസ്സിലാക്കുക ഗൈസ്, മനസ്സിലാക്കുക. ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ അറൗണ്ട് US per year. എൻ്റെ അമ്മ, നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. അതായത് ആ H1 വിസേൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, കമ്പനി അങ്ങനെ അത്രയും ആൾക്കാർക്ക് പേ ചെയ്യുന്നില്ലെങ്കിൽ അവരെങ്ങനെയാണ് കമ്പനിയിൽ നിന്ന് വരണം. ചില ആൾക്കാർക്ക് മാത്രമേ ഈ സാധനം ഔട്ട്സോഴ്സ് ചെയ്ത് റിമോട്ടിലേക്ക് സാധനം വരുള്ളൂ. ബാക്കി ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, ഇത്രയും കോടി ജനങ്ങൾ, ഇത്രയും കമ്പനി, ഇവിടുത്തെ അത്രയും കോടി ജനങ്ങൾക്ക് ഇവിടെ ഇത്ര കമ്പനികളൊന്നും ഇല്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, അത്രയും ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളിവിടെ എന്താ പറയുക, ഒരു പുതിയൊരു റവന്യൂ ജനറേഷനുള്ള മാർഗം കണ്ടെത്തണം ഇന്ത്യൻ ഗവൺമെന്റ്. വാട്ട്സ് യുവർ ചോയ്സ്? ഐഫോൺ ഈസ് കംഫോർട്ട് ടുഡേ. അതെ, SIP വേണോ ഐഫോൺ വേണോ, ഏതാണ് നിങ്ങളുടെ ചോയ്സ്? SIP വേണോ ഐഫോൺ വേണോ, ഏതാണ് നിങ്ങളുടെ ചോയ്സ്? യു ചൂസ്. ഏതാണ് നിങ്ങളുടെ ചോയ്സ്? 2025 ആയിരിക്കും, 2025. അപ്പം മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനീസ് നമുക്കിപ്പം ഒന്ന് റിലയൻസ് ആണ്, 80,787 കോടി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 79,017 കോടി. HDFC ബാങ്ക് 73,440 കോടി. ICICI ബാങ്ക് 54,419 കോടി. TCS 48,797 കോടി. LIC 48,320 കോടി. ONGC 38,329 കോടി. ഭാരതി എയർടെൽ 37,481 കോടി. കോൾ ഇന്ത്യ 35,302 കോടി. പവർ ഫിനാൻസ് കോർപ്സ് 30,502 കോടി. എന്തൊക്കെയല്ല, ഇത്രയും കമ്പനികളാണ് ഇത്രയധികം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലുള്ളത്. വളരെ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനികൾ, അല്ലാതെ എന്നാ പറയാനാവുക. ഇതുണ്ടോ ആ 100K, 1,00,000 അതാണ് H1 വിസയിൽ അവിടെ ജോലി ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും 100K ആണ് അവർ ടാക്സ് ഇതാക്കുന്നത്. അവർ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്, ഒരു വർഷത്തെ സാലറി എന്ന് പറയുന്നത് 100 to 120K ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനിക്ക് അത് അടയ്ക്കേണ്ട സാലറി എന്ന് പറയുമ്പോൾ ഏകദേശം 200 to 250 വരെ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഒരു കമ്പനി അടയ്ക്കേണ്ടത്. അത് ഗവൺമെൻറ്റിന് മാത്രമായിട്ട് അല്ല, ഗവൺമെൻറ്റിനും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് ഗവൺമെൻറ്റിന് 100 കൊടുക്കണം. Saving for future. Adults are saving with the most setting aside for income for future taken. സേവിങ് ആണ് എല്ലാവരും ചെയ്തത്. സേവിങ്. India is going to face worst winter ever. വിന്ററോ? The reason is La Nina. It brings floods during monsoon. Followed by biting cold winters. Every industry feels the ripple. Best. Heating applies boom. Heaters, ACs and all heaters will see record demand. എല്ലാത്തിനും നല്ല റെക്കോർഡ് ഡിമാൻഡ്. സെയിൽസ് റോസ് 20% and പ്രൈസ് 15%. വോൾട്ടാസ്, ഹാവൽസ്, ക്രോംസ് ആൻഡ് ബജാജ് ഇലക്ട്രിക്കൽസ്, എയർ പ്യൂരിഫയേഴ്സ് ആൻഡ് ഫാർമസീസ്. അതെ, എയർ പ്യൂരിഫയേഴ്സ് will sell out fast. Pharma companies expect a high jump in respirators and equipment. അതെ, Philips India, Cipla, Sun Pharma, Dr. Reddy. Crisis and opportunity. Winners versus losers. Winners: consumer durables, pharma, purifier vans, aviation, construction, outdoor industries. ഇവരൊക്കെയാണ് അതുവഴി ഇതാവുന്നത്. പൊല്യൂഷൻ മേ റൈസ് 30%. എൻ്റെ അമ്മ, പൊല്യൂഷൻ 30%. ലോവർ പ്രൊഡക്ടിവിറ്റി, ഹയർ ഹെൽത്ത് കെയർ ബിൽസ്, ബില്യൺസ് ആണ് ലോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻഡസ്ട്രീസ് ആൻഡ് സ്ട്രെസ്.
ഫ്ലൈറ്റ്സ് പോവും, അതേപോലെ തന്നെ പ്രൊജക്റ്റ് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് എല്ലാം കൂടെ അങ്ങ് ഇല്ലാതാവും. ഇന്റർ ഗ്ലോബൽ ഏവിയേഷൻ, ഇൻഡിഗോ, GMR ഇൻഫ്ര, എല്ലാ ആൻറ്റിറ്റി കൺസ്ട്രക്ഷൻ. ഓ, മാർക്കറ്റ് ഇമ്പാക്റ്റ്, ഷോർട്ട് ടേം ബഡ്സ്, ഹീറ്റിംഗ് ആൻഡ് ഫാർമയ്ക്ക് ഹീറ്റിംഗ് നല്ലതാണ്. ഏവിയേഷനും ഇൻഫ്രയ്ക്ക് നല്ല പണിയായിരിക്കും. ഷോയപ്പ് Q3 Q4 ഏണിങ്സ് ആണ് ഈ ഷോയപ്പ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് വെദർ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്ട്രോങ്. അപ്പം ഫിനാൻഷ്യൽ സ്ട്രോങ്, അപ്പം ഈ ഒരു വിന്റർ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ പരിപാടിയൊക്കെ ആയിട്ട് നിർത്തുക. ഓക്കെ ഗൈസ്, അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗൈസ്, സ്വീറ്റ് ഡ്രീംസ്.